ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ വീണ്ടും മറ്റൊരു മനോഹരമായിട്ടുള്ള ഒരു ക്രാഫ്റ്റ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അതോടൊപ്പം തന്നെ വീഡിയോയുടെ അവസാനം നിങ്ങൾ അയച്ചു തന്നിട്ടുള്ള ക്രാഫ്റ്റ് പിക്ചേഴ്സും കൂടി ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്രാഫ്റ്റ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് മെയിനായിട്ട് ആവശ്യമുള്ളത് ഇതുപോലെ ഒരു കാർഡ്ബോർഡ് ബോക്സും പിന്നെ പഴയ ചാർജറിൻ്റെ വയറും കേട്ടോ. അപ്പോൾ കാർഡ്ബോർഡ് ബോക്സ് എന്ന് പറയുമ്പോൾ ഞാൻ നമ്മുടെ കുട്ടികളുടെ ഡ്രസ്സൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന ബോക്സില്ലേ, അതാണ് എടുത്തിരിക്കുന്നത്. ഈ പോപ്പീസൊക്കെ പോലത്തെ. എന്താ കാരണം എന്ന് വെച്ചാൽ അതിൽ ഒരു ഫ്രെയിം പോലെയാണ് അതിൻ്റെ ഉൾഭാഗം വരുന്നത്. അപ്പോൾ ഒന്നുകൂടി കാണാനായിട്ട് ഭംഗിയുണ്ടായിരിക്കുമല്ലോ. ഇനി അഥവാ നിങ്ങളുടെ കയ്യിൽ ഇതേപോലത്തെ ബോക്സ് ഇല്ലെങ്കിൽ ഇതേപോലത്തെ ഫ്രെയിം എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇനി അതുമല്ല, സാധാരണ ഒരു പ്ലെയിൻ കാർഡ്ബോർഡിൽ ചെയ്താലും നമ്മൾ ഈ ചെയ്യാൻ പോകുന്നൊരു ക്രാഫ്റ്റ് ഭംഗിയുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ അധികം താമസിയാതെ എന്താണ് നമ്മൾ ഉണ്ടാക്കാൻ പോകണമെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ആദ്യം തന്നെ നമ്മൾ ഈ ബോക്സിൻ്റെ ഈ ഒരു ഭാഗം കട്ട് ചെയ്ത് മാറ്റാണ്. ഇത് കളയണ്ടായിട്ടാണ്, നമുക്ക് പിന്നീട് ആവശ്യം വരും. എന്നിട്ട് ഈ ഫ്രെയിം പോലെയുള്ള ഭാഗം നമ്മൾ പെയിൻറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ ബ്ലാക്ക് ആക്രിലിക് പെയിൻ്റാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്യുക കേട്ടോ. അതോടൊപ്പം തന്നെ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം ലിങ്കും താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ടുള്ള ക്രാഫ്റ്റ് പിക്ചേഴ്സൊക്കെ അതിലേക്ക് അയച്ചു തന്നാൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ പെയിൻറ്റ് കൊടുത്തുമൊക്കെ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബോർഡർ വെറുതെ പ്ലെയിനായി കിടക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അവിടെ 3D ഔട്ട്ലൈനർ യൂസ് ചെയ്തിട്ടൊന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ എന്താണോ അതിനനുസരിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ സിൽവർ 3D ഔട്ട്ലൈനറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫ്രെയിം ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിൽ വെക്കാനുള്ള സാധനമാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് നമ്മൾ നേരത്തെ ഒരു ഭാഗം ഇതിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റി വെച്ചല്ലോ, അതാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൽ ഞാൻ 2 ഇലകളുടെ ഷേപ്പ് വരച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഇലകളെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനും നമുക്ക് പെയിൻറ്റ് ചെയ്യാം. അപ്പോൾ വ്യത്യസ്തമായ കളറുകളാണ് ഞാൻ കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ സെൻറ്ററിലും കുറച്ച് ലൈൻ പോലെ കൊടുക്കാനായിട്ട് ഞാൻ ആദ്യം നമ്മുടെ ഗോൾഡൻ പെയിൻ്റാണ് എടുത്തത്. പിന്നെയാണ് എനിക്ക് ഔട്ട്ലൈനറിൻ്റെ കാര്യം ഓർമ്മ വന്നത്. നമ്മൾ നേരത്തെ യൂസ് ചെയ്തില്ലേ 3D ഔട്ട്ലൈനർ, അപ്പോൾ അത് ഗോൾഡൻ കളർ എൻ്റെ ഉണ്ടായിരുന്നു, അത് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാണ് കൂടുതലും ഭംഗിയായിട്ട് വന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ നമുക്ക് ബ്ലാക്കോ അല്ലെങ്കിൽ ഗോൾഡൻ കളറോ പെയിൻറ്റ് യൂസ് ചെയ്തിട്ട് ഈ ലൈൻസൊക്കെ വരച്ചു കൊടുക്കാം. ഇനി ഇത് ഉണങ്ങാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. ആ നേരം കൊണ്ട് നമുക്ക് കുറച്ച് തണ്ടുകൾ ഉണ്ടാക്കിയെടുക്കണം. ഈ ഇലകൾ വെക്കാനുള്ള തണ്ടുകൾ നമുക്ക് ഉണ്ടാക്കണ്ടേ. അപ്പോൾ അതിനാണ് നമ്മൾ പഴയ ചാർജർ വയേഴ്സ് എടുത്തത്. അത് ഞാൻ പല വലിപ്പത്തിൽ കട്ട് ചെയ്തെടുത്തിട്ട് നല്ല ഡാർക്ക് ഗ്രീൻ ഷെയ്ഡ് ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു കോട്ട് അടിച്ചിട്ടുള്ളൂ കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിൽ കൂടെ നമ്മൾ ഗോൾഡൻ ഷെയ്ഡും കൂടി ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അതെന്തിനാണെന്ന് വെച്ചാൽ ഈ ഗോൾഡൻ ഷെയ്ഡും കൂടി കൊടുക്കുമ്പോഴാണ് ആ ബ്ലാക്ക് ഫ്രെയിമിൽ അതങ്ങോട്ട് എടുത്ത് കാണിക്കുള്ളൂ. അങ്ങനെ നമ്മുടെ തണ്ടൊക്കെ നമ്മൾ പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്, ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമ്മുടെ ഫ്രെയിമിൽ നമുക്കിത് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കിയിട്ട് അതിനനുസരിച്ച് വലിപ്പത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ടാണ് ഒട്ടിക്കാൻ പോകുന്നത്. ഈ തണ്ടുകളുടെ അടിഭാഗം ഇങ്ങനെ ഇരിക്കുന്നത് കാണാനായിട്ടൊരു ഭംഗിയില്ല അല്ലേ. ആ ഭാഗം നമുക്കൊന്ന് കവർ ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പേപ്പർ ഗ്ലാസ്സാണ് എടുത്തിട്ടുള്ളത്. അത് നമ്മൾ നേരെ ഹാഫാക്കിയിട്ട് കട്ട് ചെയ്യാണ്. എന്നിട്ട് നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ വാഷി ടേപ്പാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പെയിൻറ്റ് ചെയ്ത് കൊടുത്തോ അല്ലെങ്കിൽ സ്കെച്ച് ചെയ്ത് കൊടുത്തോ ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം കേട്ടോ.
അങ്ങനെ എല്ലാതും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒട്ടിച്ച് കൊടുക്കേ വേണ്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഇലകളൊക്കെ ഒന്ന് വെച്ച് അറേഞ്ച് ചെയ്ത് നോക്കാം എങ്ങനെ വെക്കുന്നതായിരിക്കും കൂടുതൽ ഭംഗിയെന്ന്. അങ്ങനെ അറേഞ്ച് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കിത് ഡബിൾ സൈഡ് സ്റ്റിക്കർ യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഒരു ഹാങ്ങിങ് പോലെ ഒരു കൊളുത്ത് പോലെ ഉണ്ടാക്കിയിട്ടോ നമ്മുടെ ചുമരിൽ തൂക്കിയിടാം കേട്ടോ. അപ്പോൾ ഞാനിത് ചുമരിൽ ഒട്ടിച്ച് വെച്ചിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ മനോഹരമായ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വാൾ ഡെക്കർ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വളരെ എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാൻ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ഈ കുട്ടികളുടെ ഡ്രസ് ബോക്സ് യൂസ് ചെയ്തിട്ടുള്ള ക്രാഫ്റ്റ് ചെയ്യുമെന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവർക്കെല്ലാവർക്കും ഇത് യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയറിങ് കൂടി ചെയ്യുക. പൂവല്ലേ നമുക്ക് നമ്മുടെ ഫ്രണ്ട്സ് അയച്ചിട്ടുള്ള കുറച്ച് പിക്ചേഴ്സും കൂടി കാണാം, ക്രാഫ്റ്റ് പിക്ചേഴ്സ്. എല്ലാവരും വളരെ നന്നായി ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ പിക്ചേഴ്സൊക്കെ അയച്ചു തരാം കേട്ടോ. ഇൻസ്റ്റാഗ്രാമിലേക്ക് അയച്ചാൽ മതി. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം. അപ്പോൾ നമുക്ക് അടുത്തൊരു ദിവസം മറ്റൊരു മനോഹരമായ വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.